ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിന്ന് നമ്മുടെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാനാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഇന്ന് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം എനർജീസ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണേ. നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് വന്നിട്ട് ഹാങ്ഡ് മാനാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് വല്ലാതെ ഓവർ തിങ്ക് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അതായത് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് നാളായിട്ട് ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ഇങ്ങനെ തീരുമാനം എടുക്കാൻ വൈകി തള്ളി വെച്ച് പ്രോക്രാസ്റ്റിനേഷൻ ചെയ്ത് ഇന്നേ ദിവസം വരെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ഇന്നേ ദിവസം നിങ്ങൾ ഇനി അതൊരിക്കൽ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊരു ധാരണയിൽ അത് വേണ്ടാന്ന് വെക്കുന്നു, സാക്രിഫൈസ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ തീരുമാനം എടുക്കാൻ പറ്റാത്തത് കൊണ്ടത് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. കാരണം നിങ്ങൾക്ക് പറ്റാവുന്നതിൻ്റെ അങ്ങേ അറ്റം വരെ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടാകും. ആ ശ്രമത്തിനൊരു ഫലം കിട്ടാത്തത് കൊണ്ട് നിങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾ വല്ലാതെ വിഷമിക്കുകയും മാനസിക സമ്മർദ്ദത്തിലാവുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് നിങ്ങളത് സാക്രിഫൈസ് ചെയ്യാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ സാക്രിഫൈസ് ചെയ്യുക, അല്ലെങ്കിൽ സറണ്ടർ ചെയ്യാനായിട്ട് തീരുമാനിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം തീരുമാനം നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ലാത്തത് കൊണ്ട് അത് യൂണിവേഴ്സിന് സറണ്ടർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നതാണ് ഹാങ്ഡ് മാൻ്റെ എനർജി കാണുന്നത്. പിന്നെ ഇന്ന ദിവസം തലകറക്കം പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ. തലകറക്കം, ബി പി ഹൈ ആയാലും ലോ ആയാലും ബി പി വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ലോങ് ഡ്രൈവ് ആണെങ്കിലും ലോങ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുവാണെങ്കിലും നിങ്ങൾ ട്രാവൽ ചെയ്തിട്ട് ഇറങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കണം. നല്ലതായിട്ട് ഷേക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് തലയ്ക്ക് ഭയങ്കരമായിട്ട് തലകറക്കം, ഫെയിൻ്റ് ആകാൻ സാധ്യത ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബ്ലഡ് കുറവായതുകൊണ്ട് ഇങ്ങനെ ഇരുന്നിട്ട് എണീക്കുമ്പോൾ കണ്ണിൽ ഇരുട്ട് കയറുക, തലകറക്കം ഫീൽ ചെയ്യുക, അതാവാം. തലവേദന മൂലമുള്ള തലകറക്കം ആകാം. അങ്ങനെ തലകറക്കം പോലുള്ള അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കേട്ടോ, സൂക്ഷിക്കണം. രണ്ടാമത്തത് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇന്ന് എന്തോ ഒരു പുതിയ കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുവാണ്, പുതിയ തുടക്കമാണ്. പുതിയ കാര്യം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടെ ഒരു കാർമിക് ആയിട്ടുള്ളൊരു കാര്യമാണ്, ഒരു പുതിയ കാർമിക് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങൾക്ക് അതിൽ ഒരുപാട് ദൂരം പോകാനുള്ളതാണ്. അത് പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ എന്നാലും നിങ്ങൾ വളരെ വലിയൊരു സക്സസ്സിലേക്കാണ് പോകുന്നത്. നിങ്ങൾക്ക് വലിയൊരു ഡെസ്റ്റിനേഷനാണ് അച്ചീവ് ചെയ്യാനുള്ളത്. പോകുന്ന വഴിയിൽ നിങ്ങൾക്ക് വളരെ സക്സസ് ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു തുടക്കമാണ് ഇന്നേ ദിവസം കാണുന്നുണ്ട്. അത് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടാകത്തില്ല, ആശയം നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടേ ഉണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമായിരിക്കും. അപ്പം ഇന്നൊരു പുതിയ തുടക്കമുണ്ട്, പുതിയൊരു കാര്യം പഠിക്കാൻ പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഇന്ന് തുടങ്ങുന്നതാകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ സ്റ്റാർട്ടിങ് ആകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, എന്തോ ഒരു കാര്യം നിങ്ങളിന്നായിട്ട് പുതിയതായിട്ട് തുടങ്ങാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില പുതിയ മനുഷ്യരെ കണ്ടുമുട്ടുന്നതും അവരായിട്ടൊരു പുതിയ സ്നേഹബന്ധം, അതെന്ത് ബന്ധമാകാം കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ആകാം, നെയ്ബർഹുഡ് ആകാം, ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ആകാം. അങ്ങനെ എന്തോ ഒരു റിലേഷൻഷിപ്പ് പോലെ എന്തോ ഒന്ന് സ്റ്റാർട്ടാകാനും സാധ്യതയുള്ളതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് വാണ്ട് ഒരു പുതിയ തുടക്കം എന്നാണ് കേട്ടോ. ഇതൊരു കാർമിക് സിറ്റുവേഷൻ്റെ തുടക്കമായിട്ടാണ് കാണുന്നത്, കാർമിക് ജേർണിയുടെ പുതിയ തുടക്കമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഒരു പുതിയ തുടക്കം എന്നാണേ. നെക്സ്റ്റ് 8 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. അപ്പോൾ ഇന്ന് നിങ്ങൾ ഓവർ വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. ഒരുപാട് സമയം ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ മടുപ്പുളവാക്കുന്ന വിധം ഒരേ ജോലി നിങ്ങൾ ഒരുപാട് സമയം തുടർന്ന് ചെയ്യാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓവർ വർക്ക് എടുത്ത് ചെയ്യുന്നതായിരിക്കും, OT ആയിരിക്കാം, ഓവർ ടൈം ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ആബ്സെൻസ് കാരണം അവരുടെ ജോലിയും കൂടെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടി വരുന്നതാകാം. എന്തായാലും വല്ലാതെ ഓവറായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുള്ളതാണ് 8 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. ഇത് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തന മേഖല ഏതായാലും അതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ഇന്ന് ജോലി ചെയ്യേണ്ടി വരും. അതോടൊപ്പം കൂടുതൽ ജോലി ചെയ്യേണ്ടി വരും എന്നതിനോടൊപ്പം തന്നെ അവിടെ കൂടുതൽ ഏൺ ചെയ്യുക, കൂടുതൽ സേവ് ചെയ്യുക, അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അപ്പോൾ ഇന്ന് ഓവർ വർക്ക് ചെയ്യാനും ഓവർ ബേർഡൻഡ് ആകാനും സാധ്യതയുണ്ട്. പക്ഷേ കൂടുതൽ ഏൺ ചെയ്യുമെന്നും കാണുന്നുണ്ട് കേട്ടോ. കൂടുതൽ പണം ആവശ്യമുള്ളതുകൊണ്ട് കൂടുതലായി ജോലി ചെയ്യുന്നു എന്നാണ് കാണുന്നത്. നെക്സ്റ്റ് ടെമ്പറൻസിൻ്റെ കാർഡാണ്. അപ്പോൾ ബാലൻസ് ചെയ്യണം എന്നാണേ. നിങ്ങൾക്കൊരു ബാലൻസ് ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ഇന്ന് നിങ്ങൾ പുറത്തൊക്കെ പോകുന്നുണ്ട്, പർച്ചേസിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം. കാരണം നിങ്ങളൊരു മിതവ്യയം പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരവിനേക്കാൾ കൂടുതലായിരിക്കും ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ആ ചിലവ് നിങ്ങൾക്ക് താങ്ങാനാവുന്നതിനപ്പുറമാകും നിങ്ങൾക്കൊരു ബാലൻസ് നഷ്ടപ്പെടുക
സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ബാലൻസ് ഉണ്ടാവണം. എന്ത് ചെയ്യുമ്പോഴും അത് കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം ചെയ്യാനാണ് പറയുന്നത്. അതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. നമുക്ക് വ്യക്തമായ ധാരണ വേണം എന്താണ് നടക്കാൻ പോകുന്നത്. ഇപ്പം പർച്ചേസിങ് ആണെങ്കിൽ അങ്ങനെ, ഇനി ആളുകളോട് സംസാരിക്കുന്നതാണെങ്കിലും സംസാരിക്കുമ്പോൾ നമ്മുടെ ഭാഗത്തുനിന്നൊരു എഫേർട്ട് വേണം. അതായത് പറയുന്ന കാര്യങ്ങളെ പറയണോ വേണ്ടയോ എന്നുള്ളൊരു സ്ക്രൂട്ടനൈസേഷന് ശേഷം മാത്രമേ പറയാൻ പാടുള്ളൂ. അതുപോലെ വഴക്കുണ്ടാക്കി നിൽക്കുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരോട് കോംപ്രമൈസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ബാലൻസിലേക്ക് കൊണ്ടുവരേണ്ടതായ സാഹചര്യമുണ്ട്. അതുപോലെ ഇന്ന് എന്തെങ്കിലും ഒരു കോൺഫ്ലിക്റ്റ് വരുവാണെങ്കിൽ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാനുള്ളൊരു മീഡിയം ആകാൻ സാധ്യതയുണ്ട്. നിങ്ങളായിരിക്കും ചിലപ്പോൾ അത് കോംപ്രമൈസ് ആക്കുന്നത്. അപ്പോൾ അൺബയസ്ഡ് ആയിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. ഇന്നെല്ലാം ഒരു മിതത്തിലേ പാടുള്ളൂ കേട്ടോ. എല്ലാം ഒരു മിതത്തിലേ പാടുള്ളൂ, ഒന്നും ഓവറാകാൻ പാടില്ല എന്നാണ് കാണുന്നത്. അതാണ് ടെമ്പറൻസിൻ്റെ കാർഡ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് പിണങ്ങി പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട്. ഒരു കോംപ്രമൈസ് സംഭവിച്ചിട്ട് നിങ്ങളിൽ നിന്ന് പിണങ്ങിപ്പോയിട്ടുള്ള ആളുകൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നതാകാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഒരു ബാലൻസിലേക്ക് വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. നെക്സ്റ്റ് 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. അപ്പം 10 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി എന്ന് പറയുമ്പോൾ പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം വരാനുള്ള സാധ്യതയുണ്ട്. 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ അതുപോലെ നിങ്ങൾ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതായിരിക്കാം. ഫാമിലിയിൽ നിന്നുള്ള എന്തെങ്കിലും ഫിനാൻസ് നിങ്ങൾക്ക് വന്നു കിട്ടുന്നതായിരിക്കും. ചിലപ്പോൾ നിങ്ങളുടെ പാരമ്പര്യ സ്വത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു വീതം നിങ്ങൾക്ക് കിട്ടുന്നതാകാം. അല്ലെങ്കിൽ പാരമ്പര്യ സ്വത്തിൽ നിന്നുള്ള എന്തെങ്കിലും വരുമാനത്തിൽ നിന്നൊരു ഭാഗം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാകാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട്, ഫാമിലി കാർഡാണ്, അപ്പോൾ വീടുമായി ബന്ധപ്പെട്ട് കൂടുതൽ പണം സ്പെൻഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ വീടിൻ്റെ ഭാവിക്ക് വേണ്ടിയിട്ട് ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നതോ ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. ലോങ് ടേമിലേക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാകാൻ സാധ്യതയുണ്ട്. 9 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഞാനേ ഒരു ഓഫർ റീഡിങ് ഇട്ടാലോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഒത്തിരി പേര് വന്നിട്ട് ഫ്രീ റീഡിങ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നേരത്തെ ഒരു ദിവസം ഞാനൊരു ഓഫർ റീഡിങ് ഇട്ടിട്ടുണ്ടായിരുന്നു. 369 റുപ്പീസിന് 10 ക്വസ്റ്റ്യൻസ്. പക്ഷെ അന്ന് 10 ക്വസ്റ്റ്യൻസ് ഇടുമ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് ചോദിക്കാനില്ല ആർക്കും. ഒരു 5 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ട് എവിടെ നിന്നൊക്കെയോ തപ്പി 5 ക്വസ്റ്റ്യനും കൂടി ഇടും. പിന്നെ ഞാനിതിൻ്റെ ക്ലാരിറ്റിയും കൂടെ എടുക്കുമ്പോൾ ഒരാൾക്ക് വേണ്ടിയിട്ട് 1 മണിക്കൂർ ഞാൻ എടുക്കേണ്ടി വരും. അപ്പോൾ അതെനിക്ക് പറ്റത്തില്ല. അതുകൊണ്ട് 369 റുപ്പീസിന് ഒരു 5 ക്വസ്റ്റ്യൻസ് ഞാൻ നാളെ 22-ാം തീയതി 22/11/2025 ഓക്കെ, ഈ വീഡിയോ കാണുന്ന ഈ ഒരു ദിവസം മാത്രം 22/11/2025 മാത്രമാണ് 369 റുപ്പീസിന് 5 ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് തരാം. ഓക്കെ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്. ആ നമ്പർ എടുത്തിട്ട് മെസ്സേജ് ചെയ്യുക, വിളിക്കരുത്. ഞാൻ വോയിസേ എടുത്തുള്ളൂ, കോൾ ചെയ്യത്തില്ല. സാധാരണ ഞാൻ റീഡിങ് എടുക്കുന്ന ഓൺ കോളാണ്. നാളെ ഞാൻ കോൾ ചെയ്യത്തില്ല, വോയിസ് അയക്കത്തുള്ളൂ. 5 ക്വസ്റ്റ്യൻസ് ഇടാം. 5 ക്വസ്റ്റ്യൻസിന് 369 റുപ്പീസിന് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും റീഡിങ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറുണ്ട്, എടുത്തിട്ട് മെസ്സേജ് അയക്കുക ചെയ്യുള്ളൂ, വിളിക്കരുത്. ഓക്കെ, കാരണം വിളിച്ചാൽ ചിലപ്പോൾ നമ്മൾ എടുക്കാൻ പറ്റുന്നൊരു കണ്ടീഷനിലായിരിക്കത്തില്ല. അപ്പോൾ കേട്ടല്ലോ. അപ്പോൾ 369 ഓഫർ 5 ക്വസ്റ്റ്യൻസ്. നെക്സ്റ്റ് 9 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. അപ്പോൾ 9 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ജോലി ചെയ്തു, നമ്മളെ കൊണ്ട് ചെയ്യാവുന്നതിൻ്റെ പരമാവധി നമ്മൾ എഫേർട്ട് ഇട്ടതിന് ശേഷം അതിൻ്റെ ഫലത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ്. ഇത് ചിലപ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഇപ്പോൾ ഒരു ഗാർഡനൊക്കെ ഉള്ള ആളാണ്, അല്ലെങ്കിൽ ഒരു പെറ്റ് പേരൻറ്റോ അല്ലെങ്കിൽ പ്ലാൻ പേരൻറ്റോ ആണോ നിങ്ങളെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ ഇന്നേ ദിവസം അതിൽ നിന്നൊരു ഫ്രൂട്ട് ഒന്നുകിൽ നിങ്ങൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ പെറ്റ് പേരൻറ്റിങ് ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആ പെറ്റ്സിനൊരു ബേബി ഉണ്ടാവുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഓഫ് ദ ലേബറിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഇന്നതായിരിക്കും കേട്ടോ. നിങ്ങൾ നട്ടു വളർത്തിയ ഒരു ചെടിയിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് നിങ്ങൾ പറിച്ചെടുക്കുന്നതായിരിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ചില ആളുകൾക്ക് അത് കൃഷി സംബന്ധമായ എന്തെങ്കിലും ജോലികൾ നിങ്ങൾക്ക് ലഭ്യമാകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇപ്പം സാലറിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാണെങ്കിൽ സാലറി ക്രെഡിറ്റ് ആവാൻ സാധ്യതകളായിട്ട് കാണുന്നുണ്ട്. പണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ആളുകൾക്ക് പണം വരാൻ സാധ്യത, അതായത് നമ്മൾ എന്താണോ എഫേർട്ട് ഇട്ടേക്കുന്നത് അതിൻ്റെ ഫലം നമ്മളിന്ന്
അനുഭവിക്കാൻ യോഗം കാണുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം നമുക്ക് ഫ്രൂട്ട്ഫുൾ ആയിരിക്കും. നമ്മൾ എന്ത് കാത്തിരിക്കുന്നോ അത് ഫ്രൂട്ട്ഫുൾ ആവും. അപ്പോൾ ഒരു വ്യക്തിക്ക് വേണ്ടിയാണ് കാത്തിരിക്കുന്നതെങ്കിൽ ആ വ്യക്തി നിങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പണമാണ് കാത്തിരിക്കുന്നതെങ്കിൽ അത് വരാൻ സാധ്യതയുണ്ട്. അതല്ല ഒരു ജോബ് ഓഫറാണ് കാത്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളിലേക്ക് വരാനായിട്ട് സാധ്യത ഉള്ളതായിട്ടാണ് കാണുന്നത്. ഫ്രൂട്ട് ഓഫ് ദ ലേബർ ആണ് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്തോ അതിൻ്റെ ഫലമാണ്. അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു, അത് ഇന്ന് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാർഡാണത് കേട്ടോ. 9 ഓഫ് പെൻറ്റക്കിൾ. നെക്സ്റ്റ് 4 ഓഫ് കപ്സ് ആണ്. അപ്പം ഇന്ന് ചിലപ്പോൾ ചിലരൊക്കെ ഒരു പാർട്ടിയിൽ പങ്കെടുക്കാനും സ്വബോധം നഷ്ടപ്പെടാനും ഒക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങൾ കുറച്ച് ടോക്സിക് ആകാൻ സാധ്യതയുണ്ട്. ടോക്സിക് ഇൻ ദ സെൻസ് ഇൻടോക്സിക്കേറ്റഡ് ആകാൻ, ഡ്രങ്കനൊക്കെ ആകാൻ സാധ്യതയുള്ള പോലെ കാണുന്നുണ്ട്. അപ്പോൾ 4 ഓഫ് കപ്സ് സൂക്ഷിക്കുക. ഡ്രങ്കൺ ഡ്രൈവൊക്കെ പണിഷ്മെൻറ്റ് കിട്ടേണ്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അങ്ങനെ ഒരു സാഹചര്യം കാണുന്നുണ്ട്. അപ്പോൾ ഇന്നൊരു പാർട്ടിയിലൊക്കെ പങ്കെടുക്കുന്നതും അതിൽ നിങ്ങൾ വളരെ എന്താ പറയുന്നത്, ഒരു സ്വബോധം നഷ്ടപ്പെടുന്ന രീതിയിലേക്ക് നിങ്ങൾ ഡ്രങ്കനാകാനൊക്കെ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന് വീണ്ടും ഹാങ്ഡ് മാൻ്റെ എനർജി തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് തലയ്ക്കൊരു മന്ദത പോലെ തോന്നുക, അല്ലെങ്കിൽ തലയ്ക്കൊരു ഹെവിനെസ് ഫീൽ ചെയ്യുക, അങ്ങനെ ഒരു ഫീലിംഗ് തോന്നാൻ സാധ്യതയുണ്ട്. അതുപോലെ വേറെന്താണ്, ഒറ്റപ്പെട്ട പോലെ തോന്നുക, ഒറ്റയ്ക്കിരിക്കണമെന്ന് തോന്നുക, ഭയങ്കര മൂഡ് സ്വിങ്സ് തോന്നുക. നിങ്ങൾക്ക് എല്ലാവരുടെയും കൂടെ ഉണ്ടെങ്കിലും ഒറ്റയ്ക്കിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കായി പോയെന്ന് തോന്നുക, അതൊക്കെയാണ് കേട്ടോ 4 ഓഫ് കപ്സിൻ്റെ എനർജി പറയുന്നത്. അതുപോലെ നിങ്ങൾക്ക് ഇന്ന് മെഡിറ്റേഷൻ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ മെഡിറ്റേഷൻ ചിലപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് കൂടുതൽ സമയം മെഡിറ്റേറ്റ് ചെയ്യണമെന്ന് തോന്നുന്നതായിരിക്കാം. അങ്ങനെയൊക്കെ കാണുന്നുണ്ട്. 4 ഓഫ് കപ്സ് ചിലപ്പോൾ മുമ്പ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കാര്യങ്ങളെ ഓർത്ത് വേദനിച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ഒരു കാര്യവും ചെയ്യാൻ പറ്റാത്ത വിധം നിങ്ങൾ വളരെ നമ്പഡ് ആയിട്ടിരിക്കുന്നതാവാം. പഴയ കാര്യങ്ങൾ ഓർത്ത് വിഷമിച്ച് വല്ലാതെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന ആളുകളെയും കാണുന്നുണ്ട്. അങ്ങനെയും ആകാം കേട്ടോ. നെക്സ്റ്റ് ഏസ് ഓഫ് സ്വോർഡ്സിൻ്റെ എനർജിയാണ്. അപ്പം ഒരു ക്ലാരിറ്റി, ഒരു പുതിയ പ്രോജക്റ്റ് നിങ്ങൾക്ക് തുടങ്ങുന്നു. നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷനിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ സ്റ്റക്കായി നിൽക്കുവാണെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വരുന്നതായിട്ടും ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ പ്രോജക്റ്റ് തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുതിയ എന്തെങ്കിലും കാര്യം പഠിക്കാൻ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരു പുതിയ ബേബി വരുന്നതാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ സർജറി സംഭവിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ മുറിവ് ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കണം. പിന്നെന്താണ്, എസോസോട് വരുമ്പോൾ മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് അകന്നു പോയിട്ടുള്ള വ്യക്തികളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് ക്ലാരിറ്റി വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ക്ലാരിറ്റി വരുമ്പോൾ ആ പിണക്കമൊക്കെ മാറാൻ, ഇവിടെ ടെമ്പറൻസിൻ്റെയും 4 ഓഫ് കപ്സിൻ്റെ ഒക്കെ കാർഡുണ്ടല്ലോ. അപ്പോൾ ക്ലാരിറ്റി ഇല്ലാത്തത് കൊണ്ട് വഴക്കുണ്ടാക്കി കിളി മാറിയിരിക്കുന്ന ദിവസമായിരിക്കും. അപ്പോൾ അവിടെ ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് പ്രശ്നമെങ്കിൽ ഇന്ന് ക്ലാരിറ്റിയിലേക്ക് വരാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് ഏസ് ഓഫ് സോർഡ്സിൻ്റെ എനർജി പറയുന്നത്. ഈ ആയുധങ്ങളൊക്കെ എടുക്കുന്നവർ സൂക്ഷിക്കണേ. നെക്സ്റ്റ് 10 ഓഫ് വാണ്ട്സ് ആണ്. അപ്പോൾ ഈ 8 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി പോലെ തന്നെയാണ് 10 ഓഫ് വാണ്ടും. ഓവർ വർക്ക് ചെയ്യേണ്ടി വരും. ഇന്നൊരു കാർമിക് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളിൽ എൻഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾ പലരിൽ നിന്നായിട്ട് ഗ്യാദർ ചെയ്തിട്ടുള്ള കർമ്മയായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ മറ്റുള്ളവരുടെ കൂടെ കൂടിയിരുന്ന് മറ്റുള്ളവരുടെ കുറ്റം പറയുക, അല്ലെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കർമ്മയുടെ ഫലം നിങ്ങൾ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഓവർ വർക്ക് ചെയ്യുന്നതായിട്ട് അതായത് മടുത്ത് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയം തലക്കൂടെ പോകുന്നത് കൊണ്ട് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ സ്ട്രഗിൾഡ് ആവുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കതൊന്നും ഫുൾഫിൽമെൻറ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ ഡ്രോപ്പ് ചെയ്യുന്നതായിട്ട് പാതി വഴിയിൽ ഉപേക്ഷിച്ച് പോകാൻ സാധ്യത ഉള്ളതായിട്ട് കാണുന്നുണ്ട്. 10 ഓഫ് വാണ്ട്സിൻ്റെ എനർജി അതാണ് പറയുന്നത്. ചെയ്യാൻ പറ്റാത്തത്ര ഓവർ വർക്ക് എടുത്ത് തലയിൽ വെക്കരുത്. പിന്നെ ചിന്തകൾ ഒരുപാട് തലയിലേക്ക് വന്നിട്ട് നമ്മളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ചിന്തകളെല്ലാം ക്യാൻസൽ ചെയ്ത് വിടണം. നമുക്കും സന്തോഷമായിട്ടിരിക്കാൻ അവകാശവും അർഹതയും ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് ടെൻഷൻ അടിച്ച് ഇങ്ങനെ കിളി പാറിയിരിക്കേണ്ട ആവശ്യം ഇല്ല. അതുകൊണ്ട് ചിന്തകൾ നമുക്ക് നല്ലതല്ലാത്ത ചിന്തകൾ വരുമ്പോൾ തന്നെ അതിന് ക്യാൻസൽ ചെയ്ത് വിട്ടേക്കണം കേട്ടോ. അങ്ങനെ ഹാപ്പി ആയിട്ട് അല്ലാതിരിക്കേണ്ട ആവശ്യം ഇല്ല. ഓവർ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഓവർ ബേർഡൻ ആവേണ്ട ആവശ്യമില്ല. മാനസികമായിട്ട് സമ്മർദ്ദപ്പെടേണ്ട ആവശ്യവും ഇല്ല. സ്റ്റാർ കാർഡാണ്. വളരെ പ്രതീക്ഷയുള്ള കാര്യങ്ങൾ സംഭവിക്കും. വളരെ പ്രതീക്ഷ. നിങ്ങൾക്ക് എന്തൊക്കെ മൂഡ് ഓഫുകളും മൂഡ് സ്വിങ്സും വിഷമവും വൈഷമ്യവും ഒറ്റപ്പെടലും ഒക്കെ ഫീൽ ചെയ്തെന്ന് പറഞ്ഞാലും ശരിയാകും എന്നൊരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ എവിടെയോ കിടക്കാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അത് കിടപ്പുണ്ട്. എല്ലാം ശരിയാകും, എവരിത്തിങ് വിൽ ബി ഓക്കെ ഫൈൻ എന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലൊരു ചിന്തയുള്ളതായിട്ട് തോന്നുന്നുണ്ട്. അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. അതുപോലെ ഇന്ന് നിങ്ങൾ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കും സെൻറ്റർ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു സ്റ്റാറിനെ പോലെ നിങ്ങൾ നിൽക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾ മറ്റുള്ളവരാൽ ശ്രദ്ധിക്കപ്പെടാൻ സാധ്യതയുണ്ട്. ഓക്കെ,
അതാണ് സ്റ്റാർ കാർഡ് പറയുന്നത്. അതുപോലെ നിങ്ങൾ എവിടെ നിൽക്കുന്നോ ആ സ്ഥലം ഫലഭൂയിഷ്ടമായിരിക്കും. അതായത് നിങ്ങൾ നിൽക്കുന്നിടം വിളനിലമാണ് എന്നാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് വളരെ ഫലവത്താകാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതാണപ്പോൾ ജനറൽ റീഡിംഗ് ആയിട്ട് വന്നിട്ടുള്ളത്. എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് ആണെന്ന് ബോട്ടം വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ അബണ്ടൻസിൻ്റെ ദിവസമായിട്ട് കാണുന്നുണ്ട്. എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് ഫിനാൻഷ്യലി നിങ്ങൾ സ്റ്റേബിളാണ്. ഫിനാൻഷ്യൽ പണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ എയ്സ് ഓഫ് പെൻറ്റക്കിൾസ് പറയുന്നത് നിങ്ങൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് എന്തോ ഒരു കാര്യം പുതിയതായിട്ട് ഇന്ന് ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. അതാണ് എയ്സ് ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജി പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറൽ റീഡിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏഞ്ചൽസ് ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് എന്ന് നോക്കാം. ഓക്കെ, നോക്കാം എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്. അപ്പോൾ ഏഞ്ചൽസിനോട് നമ്മൾ 3 കാർഡാണ് എടുക്കുന്നത്. 3 കാർഡിന് 3 ചോദ്യങ്ങൾ ചോദിച്ചാൽ എന്തൊക്കെയാണ് അതിനുള്ള ഉത്തരങ്ങളെന്ന് മനസ്സിലാവും കൃത്യമായിട്ട്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? നോ ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഉത്തരം വന്നിരിക്കുന്നത് നോ ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. അപ്പം രണ്ടാമത്തെ ചോദ്യം എന്ത് തന്നെയായാലും അതിന് ഉത്തരം പെർഫെക്റ്റ് ടൈമിംഗ് എന്നാണ്. ഇപ്പോൾ അത് ചെയ്യാൻ പറ്റിയ സമയമാണെന്നാണ് സെക്കൻഡ് ചോദ്യത്തിന് ഉത്തരമായിട്ട് കിട്ടിയിരിക്കുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ ഇഫ് യു ബിലീവ്, നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കുമെന്നാണ് കാണുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് സക്സസിൻ്റെ കാർഡാണ് കേട്ടോ. ബോട്ടം സക്സസ് ആണ്. ഇപ്പോൾ ഈ 3 കാര്യങ്ങളും നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ്. ഈ 3 കാര്യങ്ങളും ചെയ്താൽ നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നതെന്നാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്ന് പറയുന്നത്. എന്താണ് റൊമാൻസ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ് ഫ്രം റൊമാൻസ് ഏഞ്ചൽസ്? റൊമാൻസ് ഏഞ്ചൽസിൻ്റെ ഗൈഡൻസ് എന്താണ്? ഫസ്റ്റ് കാർഡ് വന്നിട്ട് കെമിസ്ട്രിയാണ്. ദർ ഇസ് എ സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. നിങ്ങൾ എത്ര വലിയ സെപ്പറേഷനിലാണെന്ന് പറഞ്ഞാലും, എത്ര നാളായിട്ടുള്ള അകൽച്ചയിലാണെന്ന് പറഞ്ഞാലും, ഇന്നേ ദിവസം നിങ്ങൾക്കിടയിൽ വല്ലാത്തൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അവരെ നഷ്ടപ്പെട്ടു എന്ന് തോന്നും. നഷ്ടപ്പെട്ടതിൻ്റെ വേദന നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അതാണ് 4 ഓഫ് കപ്സ് പറഞ്ഞത്. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് ദുഃഖിച്ചിരിക്കുക, പുതിയതൊന്നും സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആയിട്ടിരിക്കേണ്ടി വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അന്നൊരു കെമിസ്ട്രി വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സെപ്പറേഷനാണ്. ഓൾറെഡി നിങ്ങൾ സെപ്പറേറ്റഡ് ആയതുകൊണ്ടാണല്ലോ ഇവിടെ ഇത് റീഡിങ് കേൾക്കാൻ വന്നിരിക്കുന്നത്. ന്യൂ ലവ് ആണ്. നിങ്ങളിലേക്ക് പുതിയ ലവ് വരുന്നുണ്ട്. എ ന്യൂ പേഴ്സൺ ഹാസ് സ്റ്റേർഡ് യുവർ റൊമാൻറ്റിക് ഫീലിങ്സ്. നിങ്ങൾ ഉറങ്ങിക്കിടന്ന നിങ്ങളുടെ റൊമാൻറ്റിക് ഫീലിങ്സ് എല്ലാം ഇട്ടിളക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ആൾ ചിലപ്പോൾ പഴയ ആളായിരിക്കാം. അയാൾ പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറഞ്ഞ പോലെ അയാൾ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് നിങ്ങൾക്ക് നല്ലതായ രീതിയിൽ വരുന്നതാവാം. അല്ലെങ്കിൽ ഒരു പുതിയ ആൾ തന്നെ നിങ്ങളിൽ റൊമാൻറ്റിക് ഫീലിങ്സ് ഉണർത്താൻ വേണ്ടി വരുന്നു എന്നാണ്. നെക്സ്റ്റ് യു ഡിസേർവ് ലവ്, യു ആർ ലവബിൾ. നിങ്ങൾ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ള ആളാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ അർഹതയുണ്ട്. യു ഡിസേർവ് ലവ് ആണ്. മേക്ക് ദ എഫേർട്ട്, ഗ്രേറ്റ് ലവ് ഈസ് വർത്ത് ടേക്കിംഗ് ദ സ്റ്റെപ്സ് യു ആർ ഗൈഡഡ് ടു ടേക്ക്. അപ്പം ഒരു സ്നേഹബന്ധം നിലനിൽക്കണമെങ്കിൽ 2 പേരും ഈക്വൽ എഫേർട്ട് എടുക്കണം. അതിൽ നിങ്ങളുടെ ഭാഗം കൃത്യമായി ചെയ്യണം എന്നാണ് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ചെയ്യാനുള്ള കാര്യം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് റൊമാൻസ് ഏഞ്ചൽസ് വരുന്ന ഗൈഡൻസ്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇന്നേ ദിവസത്തേക്ക് മാത്രമാണ് ഞാൻ ഓഫർ ഇട്ടേക്കുന്നത്. സാറ്റർഡേ മാത്രം 22/11/2025 മാത്രമാണ് ഇട്ടേക്കുന്നത്. കുറേ പേര് പേഴ്സണൽ റീഡിങ് ഫ്രീ ചോദിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ വേണ്ടവർ പേഴ്സണൽ റീഡിങ്ങിന് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക, വിളിക്കരുത്. വോയിസ് കോൾ ചെയ്യത്തില്ല, വോയിസ് മാത്രമേ അയക്കുള്ളൂ, കോൾ ചെയ്യത്തില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുള്ളവർ മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഡിസ്ലൈക്ക് ചെയ്യുന്നവരുടെ കൈയും കലം ഞാൻ അടിച്ചോടിക്കുമെന്നൊക്കെ കമൻറ്റ് ഇട്ടേക്കുന്നുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടിന്. അപ്പോൾ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളൊരു കമൻറ്റും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്താരെല്ലാം കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്താൽ വലിയ സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. താങ്ക് യു സോ മച്ച്.